ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹാനായ മുഹമ്മദ് ബിൻ സഹിൽ എന്നവര് പറയുന്നു, ഞാനൊരിക്കൽ എന്റെ സമൂഹത്തിൽ കൂട്ടുകാരോടൊന്നിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഫതദാകർനാ അംറ അലിയിൻ വതൽഹത വസ്സുബൈർ. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, ഇവരെ കുറിച്ചെല്ലാം ഇങ്ങനെ പറയുകയാണ്. ആ കൂട്ടത്തിൽ അവരെ മോശമാക്കി പറയുന്നവരുണ്ട്, സ്വഹാബത്തിനെ മോശമാക്കി പറയുന്നവരുണ്ട്. ഞാൻ അതിങ്ങനെ കേൾക്കുകയാണ്. കൂട്ടത്തിൽപ്പെട്ട ഒരാള് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമാക്കി പറയുകയാണ്. ഞാനത് കേട്ടുപോയി. രാത്രിയായപ്പോൾ എന്റെ സ്വപ്നത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു വിശാലമായ മൈതാനം ഇങ്ങനെ കാണുന്നു. ആ മൈതാനത്തതാ ഒരുപാട് ആളുകളെ കാണുന്നു. അവരെല്ലാം നഗ്നരാണ്, അവർ വിവസ്ത്രരായി നിൽക്കുകയാണ്. അവരുടെ തലയുള്ളത് നായയുടെ തല പോലെയാണ്. എന്നാലോ അവരെ ശരീരമുള്ളത്, ആ ശരീരം ജനങ്ങളുടെ ശരീരം, മനുഷ്യ ശരീരം പോലെയുമാണ്. ആ കൂട്ടത്തിൽ ചിലരുണ്ട് മഖ്തൂഇൽ ലൈലി വൽ അർജുലി മിൻ ഖിലാഫ്, വിപരീതാനുപാതത്തിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടവരാണ്. ഞാൻ അങ്ങനെ ആ കൂട്ടത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും അങ്ങനെ വിപരീതാനുപാതത്തിൽ കൈകാലുകൾ മുറിക്കപ്പെട്ടവരായിട്ട് നിൽക്കുകയാണ്. ആ രംഗം കണ്ടപ്പോൾ ഞാൻ ആകെ ബേജാറായി. എന്റെ കൽബിൽ വലിയ വെപ്രാളമുണ്ടായി. ഞാൻ ഉടനെ ചോദിച്ചു, മാ ബാലു ഹാദാ, ഇതാരാണ്? ഇവരുടെ തലയുള്ളത് നായയുടെ രൂപത്തിലാണല്ലോ, ഇവരെ ശരീരം മനുഷ്യ ശരീരമാണല്ലോ, ഇവരെ കൈകാലുകൾ ഛേദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, ഇവരാരാണ്? അപ്പോൾ അവിടെ നിന്ന് പറയപ്പെട്ടു, ഇതാരാണെന്നറിയുമോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞവരാണ്, അവരെ മോശമാക്കിയവരാണ്. ഞാനങ്ങനെ ആ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു കവാടം പെട്ടെന്നങ്ങ് തുറക്കപ്പെട്ടു. ആ കവാടത്തിൽ കോണിപ്പടികളാണ്. ഞാൻ ആ പടികളിലേക്ക് കയറി. ആ പടികളിൽ കയറിയപ്പോൾ ഒരു പറ്റം ആളുകൾ അതാ വട്ടത്തിലിരിക്കുന്നു. എന്നോട് പറയപ്പെട്ടു, ഹാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവിടെ ഈ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് അങ്ങ് ചേർന്നു നിന്നു. ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് എന്റെ കൈ പിടിച്ചു. എന്നിട്ട് ഫജദബഹു ഫജദബ യദി മിൻ യദി, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ അങ്ങ് പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ എന്റെ കയ്യിൽ നിന്നങ്ങ് വലിച്ചു കളഞ്ഞു, എനിക്ക് തന്നില്ല. മാത്രമല്ല വഗമസ യദി ഗമസതൻ ശദീദാ, അല്ലാഹുവിന്റെ ഹബീബ് എന്റെ കൈകളിൽ വേദനിപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ അങ്ങ് വലിച്ചു കളഞ്ഞു. എന്നിട്ടൊരു ചോദ്യമാണ് തഴൂത്, മോനെ, നീ ഇന്നലെ എന്റെ സ്വഹാബത്തിനെ കുറിച്ച് ചീത്ത പറയാൻ ആ സംഘത്തിൽ നീ കൂടിയില്ലേ? ഞാൻ പറഞ്ഞു, നബിയെ, ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഞാൻ അതിൽ കൂടിയിട്ടില്ലല്ലോ, പറയാൻ കൂടിയിട്ടില്ലല്ലോ നബിയെ, ഞാനത് കേട്ടിട്ടേ ഉള്ളൂ നബിയെ. അതേ മോനെ, നിങ്ങൾ എന്തിനാണത് കേൾക്കാൻ നിന്നത്?
നിങ്ങൾ എന്തിനാണത് കേൾക്കാൻ നിന്നത്? നിങ്ങൾ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളെ കുറിച്ച് മറ്റുള്ളവര് മോശമാക്കി പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ അത് കേട്ടില്ലേ? ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുമോ? തഊദു, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുമോ? അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല നബിയേ, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ലാ അഊദു ഇലാ ശൈഇൻ മിൻ ദാലിക, ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല നബിയേ. അങ്ങനെ ഫൽതഫത സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ റജുലിൻ ഖൽഫ, എന്നിട്ട് ഹബീബായ തങ്ങൾ തന്റെ പിന്നിലുള്ള ആളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് വിളിക്കുകയാണ്, യാ സുബൈർ ഖദ് ദക്കറ അന്നഹു ലാ യഊദ്. കേട്ടില്ലേ സുബൈറേ, നിങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നത് കേൾക്കാൻ പോയിരുന്നൊരു വ്യക്തിയാണ് ഇയാൾ ഇനി അങ്ങോട്ട് പോകില്ല. ഇവിടെ ഇതാ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാഖിലി, ഓ സുബൈറേ, ഇദ്ദേഹം കേട്ടത് നിങ്ങളൊന്ന് മാപ്പ് കൊടുക്കുമോ സുബൈർ? ഉടനെ സുബൈർ തങ്ങൾ പറഞ്ഞു, ഓ നബിയേ, ഖദ് അഖൽതുഹു യാ റസൂലല്ലാഹ്, ഞാൻ അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു നബിയേ. സ്വഹാബിയായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ മാപ്പ് കൊടുത്തപ്പോ ഫഅഖദതു യദഹു ഫജഅൽതു ഖബ്ബിലുഹാ, ഞാൻ സുബൈർ തങ്ങളെ കൈയങ്ങു പിടിച്ചു, എന്നിട്ട് ആ കൈകളിൽ ചുംബിച്ചു ഞാൻ ഇങ്ങനെ കരയുകയാണ്. ആ കൈ ഞാൻ എന്റെ മാറിൽ വെച്ചു. ഞാൻ മാപ്പ് ചോദിച്ചു, സുബൈർ എന്നവരെ, എനിക്ക് മാപ്പ് നൽകണേ, എനിക്ക് നിങ്ങൾ അഫ്വു നൽകണേ. അപ്പോഴേക്ക് ഞാൻ അങ്ങ് ഉണർന്നുപോയി. ഇത് കിതാബുൽ മനാമാത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഉണർന്നുപോയി. ഞാൻ ഉണർന്നപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ കൈ ഞാൻ എന്റെ നെഞ്ചിൽ, എന്റെ മാറിൽ വെച്ചിരുന്നു. ഇപ്പോഴും എന്തൊരു തണുപ്പാണ്, എന്തൊരു കുളിരാണ്. ഞാൻ ഈ സംഭവം ഇവിടെ വായിച്ചത്. ഉമ്മമാരെ, ബിദ്അത്തുകാരന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടോ? ബിദ്അത്തുകാരുടെ വഅദുകൾ കേൾക്കുന്നവരുണ്ടോ? ബിദ്അത്തുകാരുടെ പ്രഭാഷണങ്ങൾ യൂട്യൂബിലും മറ്റുമായി ഡൗൺലോഡ് ചെയ്തു വെച്ചവരുണ്ടോ? നിങ്ങളത് ഒഴിവാക്കണേ. കാരണം അവര് സ്വഹാബത്തിനെ കുറിച്ച് ചീത്ത പറഞ്ഞവരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരനാണെന്ന് എഴുതി വെച്ചവരല്ലേ. അല്ലാഹുവിന് കയ്യും കാലും ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചവരല്ലേ. അങ്ങനെ നമ്മൾ ആരെങ്കിലും അവരുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ, ഓ കൂട്ടുകാരെ, നിങ്ങൾ വിട്ടു നിൽക്കണം, മാറി നിൽക്കണം. കണ്ടില്ലേ, നിങ്ങളത് കേൾക്കാൻ നിന്നവരെ പോലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയില്ലേ. അവരെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കാൻ പാടില്ല, അവരെ ലേഖനങ്ങൾ നമ്മൾ വായിക്കാൻ പാടില്ല. ഞാൻ എന്റെ വയലുകളിൽ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താറുണ്ട്, അവരെ മാധ്യമങ്ങൾ, അവരെ പത്രപ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീഴുന്നുണ്ടെങ്കിൽ, എന്റെ കൂട്ടുകാരെ, ഈമാനുണ്ടെങ്കിൽ ഇന്നത്തതോടെ നിർത്തണേ. അത്തരം മാധ്യമങ്ങൾ നിങ്ങൾ ഒഴിവാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടാത്ത ഏർപ്പാടാണ്. ഇവിടെയാണ് നമ്മുടെ ആർജവം കാണേണ്ടത്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വരട്ടെ. റിസാല വരട്ടെ, സുന്നി വോയിസ് വരട്ടെ, സുന്നത്ത് മാസിക വരട്ടെ. അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ ഇഷ്ടം പോലെ ഇല്ലേ? അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളില്ലേ? അത്തരം പുസ്തകങ്ങൾ വായിക്കൂ, നമ്മൾ പഠിക്കൂ. ഈ റബീഉൽ അവ്വൽ കഴിയുമ്പോഴേക്ക് ഒരു പുസ്തകമെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമെങ്കിലും വായിക്കാൻ എന്റെ കൂട്ടുകാരെ നമ്മൾക്ക് പ്രതിജ്ഞയെടുക്കാമല്ലോ. ബിദ്അത്തുകാരന്റെ പ്രസിദ്ധീകരണങ്ങളാകാൻ പാടില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ.
ഞങ്ങളെ ഹബീബിന് ഇഷ്ടപ്പെട്ടവരായി നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ധാരാളം സ്വലാത്ത് സലാമു ചൊല്ലാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ നീ ഖൈറിന്റെയും സ്വലാഹിന്റെയും ആളുകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ.